നമസ്കാരമുണ്ട്. വനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാന്നേ. ഒരു വ്യക്തി കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇനിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എവിടെ വെച്ച് സംഭവിച്ചാൽ അതിനാവശ്യമുള്ള രേഖകൾ തയ്യാറാക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് തന്നെ തയ്യാറാക്കണം എന്നുള്ളതാണ്. അതിനുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എന്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല, ഒരാളുടെ കയ്യിലും ഇല്ല. കാലമായി പരിഹരിക്കും. സുഹൃത്തുക്കളെ, വനമന്ത്രിയുടെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല. ശരിയാണ്. വലതുപക്ഷ വനമന്ത്രിയുടെ കയ്യിലൊന്നും ഒറ്റമൂലി ഉണ്ടാവില്ല. എന്നാൽ അത് ഇടതുപക്ഷ മന്ത്രിയാണെങ്കിൽ ഒറ്റമൂലി വേണം കേട്ടോ. ഇടതുപക്ഷ മന്ത്രി ആ നിമിഷം രാജിവെക്കണമെന്നേ, അല്ലാതെ ശരിയാവില്ല. രാജിവെക്കുക എന്നതിൽ കഴിഞ്ഞ് വേറൊരു വർത്തമാനം പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഏതെങ്കിലും ആനകളോ ഏതെങ്കിലും കാട്ടുമൃഗങ്ങളോ മനുഷ്യർക്ക് ഉപദ്രവമായി മാറിക്കഴിഞ്ഞാൽ ആ നിമിഷം അപ്പോൾ ഏതാണ് ഇടതുപക്ഷത്തെ വനമന്ത്രി, ആ വനമന്ത്രി രാജിവെച്ച് കുടുംബത്ത് പോയി ഇരിക്കണം. അതിൽ കവിഞ്ഞ് വേറൊന്നും വേണ്ട എന്നായിരുന്നു ഇത്രയും കാലം കഴിഞ്ഞ 10 വർഷം ഇവർക്കൊക്കെ പറയാനുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ആനക്കലിയിൽ ഈ ഒരു മെയ് മാസത്തിൽ മാത്രം ഈ ആനക്കലിയിൽ 3 പേരാണ് നമ്മുടെ കേരളത്തിൽ മരണപ്പെട്ടു പോയത്. 3 ജീവനുകളാ പോയത്. 3 ജീവനുകൾ പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കുടുംബം എന്ന് മാത്രം മനസ്സിലാക്കൂ. 3 കുടുംബം ഒരാളുകളുമായിട്ട് ചേർന്ന് ജീവിക്കുന്ന 4-5 ആളുകൾക്കാണ് അവിടെ ഒരു ആശ്രയം മറ്റു പോകുന്നത്. അങ്ങനെ 3 കുടുംബമാണ് ഈ ആനക്കലിയിൽ പൊലിഞ്ഞു പോയത്. അപ്പോൾ അതിന് നമ്മിപ്പോ വന്യജീവി ആക്രമണത്തിന് മുമ്പ് ഷിബു ബേബി ജോൺ പറയുന്നത് എൻ്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല, എനിക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും പ്രശ്നമാക്കുന്നില്ല. ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളെ മാധ്യമങ്ങളെ കുറിച്ച് പറയും. കാരണം ഇവിടെ ഇടതുപക്ഷ ഭരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെ ആക്രമിച്ചത് ഈ മാധ്യമങ്ങളാണ്. ഈ ഒരു പറഞ്ഞ വർത്തമാനം ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു മന്ത്രിയാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് ഇവിടെ നടക്കുക എന്നറിയാം. അതിഭീകരമായ പ്രശ്നമായിരിക്കും. ഏറ്റവും ഭീകരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന വേറൊരാളുണ്ട്. അയാളുടെ പേരാണ് ഞാൻ പറയുന്നില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് മാസം 1 കാട്ടാൻ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഇത്ര എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതാ ഈ ചെങ്ങാതി അടക്കം മിണ്ടാതിരിക്കുകയാണ് അല്ലേ? അൻവർ അടക്കം ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണ്. അതായത് ഇതാണ് യാഥാർത്ഥ്യം. ഏതെങ്കിലും മന്ത്രിക്കോ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്കോ ഒന്ന് നേരിട്ട് ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ ഒരു വലിയ പ്രശ്നമാണ് ഈ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഏതെങ്കിലും ആനയോ കടുവയോ പുലിയോ പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യന് എൻഡേഞ്ചർ ആയിട്ടൊരു മൃഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വെടിവെച്ച് കൊല്ലുവാനോ മറ്റുള്ള അധികാരം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനുമില്ല. അതിൽ നിന്ന് ഓർഡർ വരേണ്ടത് അങ്ങ് എവിടെ നിന്നാണ്? കേന്ദ്രത്തിൽ നിന്നാണ്. ആ ഒരു നിയമത്തിൽ ഇടപെടണമെന്നും അതിൽ കാതലായ മാറ്റം വേണമെന്നും പറയാൻ തുടങ്ങി എത്രയോ കാലമായി. അതിനുവേണ്ടി ഇടതുപക്ഷ സർക്കാർ എത്രയോ ശ്രമിച്ചു. പക്ഷെ സംഗതിയൊന്നും ഫലവത്തായിട്ടില്ല. നമ്മളെ ഇവിടെ ഭരിക്കുന്ന ആരാ നിങ്ങൾക്ക് അറിയാലോ. അതൊരു സംഗതിയൊന്നും എവിടെ എത്തിയില്ല. പക്ഷേ ഇവരിതാ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞ് ഇവർ ഉത്തരം പറയുന്ന ഞങ്ങൾക്ക് ഇതിലൊന്നും പറയാൻ കഴിയില്ല, ഞങ്ങളല്ല ഇതിന്റെ ആൾക്കാർ എന്ന് ഇവരങ്ങോട്ട് പറഞ്ഞു കളയും. ഇനി അവിടുത്തെ സംഗതികൾ കേൾക്കൂ. ഇതിപ്പോ എന്തിനാ സമരം അറിയോ നിങ്ങൾക്കത്? അല്ല, സമരം അറിയില്ല. പെട്ടെന്ന് വരുന്ന വഴിക്കായിരുന്നു ഞങ്ങൾ മനസ്സിലായത്. സമരം എന്താണെന്ന് അറിയാം. ഒരു ആനയുടെ ഇത് പ്രശ്നം കാരണം ആനയുടെ ആക്രമണത്തിലുള്ള കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരന്തരമായ ആനയുടെ ആക്രമണം നടക്കുന്ന സ്ഥലമുണ്ട്. അത് ശരിയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരിക്കും അല്ലേ? അതെ, ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് സെന്റിമെന്റ് മനസ്സിലാവും. പക്ഷേ എന്നാലും നമ്മൾ ഈ റോഡ് ഉപരോധിക്കാന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടായിട്ട് മാറുന്നതാണ്. ഇപ്പോൾ ശരിയാണ്, പലർക്കും ഇത് ബുദ്ധിമുട്ടാണ്. ഇതങ്ങനെ പലർക്കും ബുദ്ധിമുട്ടാവണം. ഈ റോഡ് ഉപരോധം എന്നൊക്കെ പറയുന്നത് അവിടുത്തെയുള്ള ബിസിനസ് മുഴുവൻ ഒരുവിധം തകരുന്ന രീതിയിലേക്ക് മാറും. ഇങ്ങനെ പലർക്കും ബുദ്ധിമുട്ടാവുമ്പോഴാണ് അത് ഗവൺമെന്റിന് ബുദ്ധിമുട്ടാവുകയുള്ളൂ. ഗവൺമെന്റ് അതിൽ കൃത്യമായിട്ടൊക്കെ നടപടി എടുക്കുള്ളൂ. അതല്ല ഒരാളെ ആന കൊന്നു ആയിക്കോട്ടെ, അതിനെ അടക്കം ചെയ്തു, മിണ്ടാതെ കുത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ മിണ്ടാതെ കാലങ്ങളോളം അവിടെ കുത്തിരിക്കേണ്ടി വരുന്നർത്ഥം.
എന്തായാലും അവിടെ അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് ആ ഒരു സമിതികളെല്ലാം മാറുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ നമുക്ക് ഗവൺമെന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അതിൽ മാജിക് സ്റ്റിക്ക് ഒന്നുമില്ല എന്നുള്ള വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടുള്ള വർത്തമാനമാണ്. ഇത് ഞാൻ പറയുന്നത്, ഇതിനെ മുഴുവൻ ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് എടുക്കുന്നത്, ഇത് ഇടതുപക്ഷ ഏതെങ്കിലും ഒരു മന്ത്രിമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ചർച്ചയായിട്ട് മാറുകയും ഇത് കോൺഗ്രസ് മന്ത്രിസഭയിലത്തെ ഏതെങ്കിലും ഒരാൾ പറയുമ്പോൾ ഇത് ശരിയാണല്ലോ പറഞ്ഞത് എന്ന തോന്നലുണ്ടാക്കുകയും ചെയ്യുകയാണ് നമ്മുടെ നാട്ടിലത്തെ ഏറ്റവും വലിയ പ്രശ്നം. സുഹൃത്തുക്കളെ, ഇതിന് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്നർത്ഥം. എന്തൊക്കെയായാലും മനുഷ്യന്മാർക്കൂടെ ഭാര്യ ജീവിക്കണം. മനുഷ്യർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും മനുഷ്യർക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സെക്കൻഡറി മാത്രമാണ് ഇവിടുത്തെ ഏത് മൃഗങ്ങളായാലും നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. അത്തരം മൃഗങ്ങൾക്കെതിരെ കൃത്യമായിട്ട് നടപടി എടുത്ത് അവന്മാരെ തുരുത്താൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ കഴിയില്ല. അവിടെയൊക്കെ ആളുകളൊക്കെ ഒരു മനുഷ്യൻ വന്ന് പുറത്തിറങ്ങി വർത്തമാനം പറയുന്നുണ്ട്. എത്ര അടുത്ത് അവരെ വീട് എന്നൊക്കെ അറിയാവോ? അയാൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ എന്നാണ് അയാൾ വളരെ മാന്യമൊരുക്കി ചോദിക്കുന്നത്. ആ ഒരു ചോദ്യത്തിൽ 100% അതിൽ അർത്ഥമുണ്ട്. ഇതൊന്ന് കേട്ടോക്കെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വീടിന്റെ ഉമ്മറത്താണ് ഒരു മനുഷ്യന്റെ ജീവൻ പടഞ്ഞു വീഴുന്നത്. ഞങ്ങൾ എവിടെയാണ് ജീവിക്കുക? ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ ഇടയില്ല. പല ഘട്ടത്തിലും ഇങ്ങനെ മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞു പോവുകയാണ്. ഇവിടെ നിലവിൽ പല ഘട്ടത്തിൽ ഈ ആന 2-3 ആളുകളെ ആക്രമിച്ചിട്ടുണ്ട് പല സമയത്തും. ഇതിനെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി മാറ്റി സ്ഥാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ നടപടി സ്വീകരിക്കുന്നില്ല. ഇവിടെ ഹാങ്ങിങ് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു പരിപാലനവും കൃത്യമായിട്ട് നടക്കുന്നില്ല. പല മനുഷ്യജീവനിലും ഏതു നിമിഷവും പടയുന്നു. കണ്ടില്ലേ, ഒരാളെ സംസാരിക്കുന്ന വീട്ടുമുറ്റത്ത് നിന്നിട്ടാണ്. അതേപോലത്തെ ഒരു വീട്ടുമുറ്റത്ത് തന്നെയാണ് ഈ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടത് എന്ന്. ഇത് നമുക്കിതൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഈ മനുഷ്യന്മാർക്ക് രാത്രിക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടെന്നേ. എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ സാധനം കറുത്തിട്ട് രാത്രി ഉണ്ടാ കാണാൻ കഴിയുന്നത്. ഇത് ആക്രമിച്ചു കഴിഞ്ഞാൽ, ഇത് ആനകളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലാതെ തിരുമ്പ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നാലെ ഒന്ന് കൊന്നിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ വർത്താനൊന്നുമില്ല. രക്ഷപ്പെട്ടു. എന്തായാലും ഇവർക്ക് നീതി കിട്ടേണ്ടതാണ്. ഈ മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഗവൺമെന്റ് ഒരു പുതിയ പദ്ധതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നം ആർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ തന്നെ ജോലി കൊടുക്കുന്ന ഏർപ്പാടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ ഒരു വനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരാൾ മരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ വനവുമായി ബന്ധപ്പെട്ട ആ ഒരു മരണപ്പെട്ട ആ വീട്ടിലത്തെ ഒരാൾക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റ് ജോലി കൊടുക്കേണ്ടതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഗവൺമെന്റ് പുതിയ രീതി എന്ന് അറിയുന്നു. കാരണം ഏതൊരു പെൺകുട്ടിയുടെ വയറ്റിൽ കത്രിക വെട്ടതിന്റെ ഭാഗമായിട്ട് അവർക്കിപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ നല്ല പ്രശ്നം പറ്റി. അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വനംവകുപ്പിൽ ആശ്രിതർ ആർക്കെങ്കിലും ഒരാൾക്ക് തീർച്ചയായിട്ടും ജോലി കൊടുക്കേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചെന്ന് എഴുതി വയ്ക്കാം. ബൈ.